എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റെഗുലർ വിഭാഗത്തിലേക്കുള്ള അപേക്ഷകൾ ഉടൻ ആരംഭിക്കും. നിലവിൽ അപേക്ഷ ആരംഭിച്ചിട്ടില്ല. നിലവിൽ ലാറ്ററൽ എൻട്രി വിഭാഗത്തിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷയാണ് ആരംഭിച്ചിട്ടുള്ളത്. ലാറ്ററൽ എൻട്രിയിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ പ്ലസ് ടു പഠിച്ചിട്ട് ജയിച്ചിട്ടുണ്ടായിരിക്കണം. പ്ലസ് ടു പഠിച്ചിട്ട് ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പ്ലസ് ടുവിന് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ മാത്തമാറ്റിക്സ് എന്നിവ പഠിച്ചിട്ടുണ്ടായിരിക്കണം. കെമിസ്ട്രിക്ക് പകരം മറ്റേതെങ്കിലും, അതായത് ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോളിടെക്നിക്കിൻ്റെ ലാറ്ററൽ എൻട്രി വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി റെഗുലർ വിഭാഗത്തിലാണെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള, അതിപ്പോൾ നിങ്ങൾ ഡിഗ്രിയോ അല്ലെങ്കിൽ പ്ലസ് ടുവോ അല്ലെങ്കിൽ PGയോ എന്ത് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കും നിങ്ങൾ 10ാം ക്ലാസ് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെഗുലർ വിഭാഗത്തിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതായത് ഈ ഒരു അപേക്ഷയിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാകും, അതായത് സ്ട്രീം 1 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും, അതുപോലെ തന്നെ സ്ട്രീം 2 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രണ്ട് വിഭാഗത്തിലായിട്ടുള്ള രണ്ട് വിഭാഗങ്ങൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ സ്ട്രീം 1 സ്ട്രീം 2 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ട്രീം 1 എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് ടെക്നോളജി കോഴ്സുകളാണ് സ്ട്രീം 1ൽ പെടുന്നത്. ഈ സ്ട്രീം 2 എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് കോഴ്സുകൾ, അതായത് ഒരു മാനേജ്മെൻറ്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു രണ്ട് വിഭാഗത്തിലാണ് ഈ ഒരു കോഴ്സുകൾ വരുന്നത്. അതായത് സ്ട്രീം 1 എന്ന് പറയുമ്പോൾ ഈ ഒരു എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കോഴ്സും, സ്ട്രീം 2 എന്ന് പറയുമ്പോൾ അത് കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ള ഈ ഒരു കോഴ്സാണ് ഈ ഒരു സ്ട്രീം 2ൽ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സ്ട്രീം 2 എന്ന് പറയുമ്പോൾ അത് എല്ലാ പോളിടെക്നിക് കോളേജുകളിലും ഉണ്ടാവണമെന്നില്ല. സ്ട്രീം 1 ആണ് സാധാരണത്തിൽ അധിക പോളിടെക്നിക് കോളേജുകളിലും ഉണ്ടാവാറുള്ളത്. സ്ട്രീം 1ന് അതിൻ്റെ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ സ്ട്രീം 2ന് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഏത് കോഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഒരു പോളിടെക്നിക് കോളേജിൽ തന്നെ സ്ട്രീം 1 സ്ട്രീം 2 തന്നെ ചില പോളിടെക്നിക് കോളേജിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് വെക്കുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്ട്രീം 1 സ്ട്രീം 2വിൻ്റെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു റെഗുലർ വിഭാഗത്തിൻ്റെ ആ ഒരു കഴിഞ്ഞ വർഷത്തെ ആ ഒരു പ്രോസ്പെക്ടസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ സ്ട്രീം 1ൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ അവിടെ സ്ട്രീം 1 എന്ന് പറയുമ്പോൾ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി കോഴ്സ്, അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ട്രീം 2 എന്ന് പറയുമ്പോൾ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് കോഴ്സ്, അതായത് നേരത്തെ പറഞ്ഞ ആ ഒരു കോഴ്സ്, അതായത് കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആ ഒരു കോഴ്സാണ്. അപ്പോൾ അതാണ് സ്ട്രീം 2 കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രീം 1ൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രീം 1 കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഈ ഒരു 10ാം ക്ലാസ്സിൽ ഈ ഒരു മാത്തമാറ്റിക്സ്, അതുപോലെ ഇംഗ്ലീഷ്, സയൻസ് സബ്ജക്റ്റുകൾ നിങ്ങൾ ജയിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്ട്രീം 1ലും സ്ട്രീം 2ലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു കാൻഡിഡേറ്റ് ഹൂ ഹാവ് പാസ്ഡ്, അതായത് മാത്തമാറ്റിക്സും ഇംഗ്ലീഷും പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്ട്രീം 2ലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതായത് സാധാരണ 10ാം ക്ലാസ്സൊക്കെ ആണെങ്കിൽ സാധാരണ അതിൽ ഈ ഒരു പറഞ്ഞ എല്ലാ സബ്ജക്റ്റുകളും വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അതായത് മാത്സ് പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ സ്ട്രീം 1 സ്ട്രീം 2ലേക്ക് റെഗുലർ വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു CBSE വിഭാഗം വിദ്യാർത്ഥികൾക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രീം 1ലേക്കുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ WGPA കണക്കാക്കുന്നത് നിങ്ങൾക്ക് ടോട്ടലായിട്ട് ലഭിച്ചിട്ടുള്ള സം ഓഫ് ഗ്രേഡ് പോയിൻറ്റ്സ് ഓഫ്, അതായത് മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ഇംഗ്ലീഷ് എന്നിവയ്ക്ക് ലഭിച്ച നിങ്ങൾക്കുള്ള ഗ്രേഡ് പോയിൻറ്റ് പറയുമ്പോൾ നിങ്ങൾക്കറിയാം A+ ആണെങ്കിൽ 9, A ഗ്രേഡ് ആണെങ്കിൽ 8, അതുപോലെ തന്നെ B+ ആണെങ്കിൽ 7, B ആണെങ്കിൽ 6, ഈ ഒരു രീതിയിൽ കണക്കാക്കുന്നതാണ് ഗ്രേഡ് പോയിൻറ്റ്. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക്, ഇംഗ്ലീഷ് എന്നിവയ്ക്ക് ലഭിച്ച ടോട്ടൽ ഗ്രേഡ് പോയിൻറ്റ് എത്രയാണോ അതിനെ 0.85 കൊണ്ട് ഗുണിക്കുന്നു. അതിനുശേഷം ആ ഒരു ടോട്ടലായിട്ട് കിട്ടിയ ആൻസറിനെ ആ ഒരു ടോട്ടൽ നമ്പർ ഓഫ് പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് എന്നിവയുടെ ആ ഒരു ടോട്ടൽ എണ്ണം കൊണ്ട് ആ ഒരു കിട്ടുന്ന തുകയെ ഹരിക്കുകയാണ് ചെയ്യുക. എന്നിട്ടാണ് അതിൻ്റെ ആ ഒരു നിങ്ങളുടെ റാങ്ക് കണക്കാക്കുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രീം 2ലാണെങ്കിൽ അതുപോലെ തന്നെ ഇതിന് ശേഷം ഈ ഒരു വീണ്ടും മറ്റൊരു റാങ്ക് കൂടി, അതായത് വെയ്റ്റ് ഗ്രേഡ് പോയിൻറ്റ് ആവറേജ് 2 എന്നുള്ള രീതിയിൽ മറ്റൊരു ഗ്രേഡ് പോയിൻ്റ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ആക്കുന്നത് എന്ന് ചോദിച്ചാൽ, സം ഓഫ് ഗ്രേഡ് പോയിൻറ്റ്സ് ഓഫ് സബ്ജക്റ്റ് അതർ ദാൻ മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ഇംഗ്ലീഷ്
അതായത് ഈ ഒരു 4 സബ്ജക്റ്റ് ഒഴികെയുള്ള മറ്റ് സബ്ജക്റ്റുകളുടെ ഗ്രേഡ് പോയിൻറ്റ് ഇൻറ്റു 0.15 അതിനെ ആ ഒരു 0.15 കൊണ്ട് ഗുണിക്കുന്നു. അതിനുശേഷം ആ ഒരു കിട്ടുന്ന തുകയെ ഈ ഒരു മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് ഒഴികെയുള്ള മറ്റ് സബ്ജക്റ്റുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുക. അതായത് 10ാം ക്ലാസ്സിലെ സബ്ജക്റ്റിൻ്റെ എണ്ണം കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഹരിക്കുന്നത്. ഈ ഒരു രീതിയിൽ 2 രീതിയിൽ WGPA 1, WGPA 2 എന്നുള്ള രീതിയിൽ ആ ഒരു 2 WGPA കണക്കാക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ഒരു ടോട്ടലായിട്ട് ലഭിച്ച ഗ്രേഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു WGPA 1ഉം അതേപോലെ തന്നെ WGPA 2ഉം കൂടി ടോട്ടലായിട്ട് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കൂട്ടിയിട്ടാണ് TGPA അതായത് ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ആവറേജ് കണ്ടുപിടിക്കുന്നത്. ഇനി അതുപോലെ തന്നെ സ്ട്രീം 2ലും ഇതേ രീതിയിൽ തന്നെയാണ് മെത്തേഡ് ഉള്ളത്. മെത്തേഡ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ WGPA കണക്കാക്കുന്നത്, അതായത് WGPA 1 കണക്കാക്കുന്നത് ഈ ഒരു മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് എന്നിവയ്ക്ക് 10ാം ക്ലാസ്സിൽ ലഭിച്ച ഗ്രേഡിൻ്റെ ആ ഒരു ഗ്രേഡ് പോയിന്റിനെ ടോട്ടൽ കൂട്ടിയിട്ട് അതിനെ ആ കിട്ടുന്ന തുകയെ 0.85 കൊണ്ട് ഗുണിക്കുന്നു. അതിനുശേഷം അതിനെ ഈ ഒരു മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് എന്നിവ അതായത് 2 സബ്ജക്റ്റ് ആയതുകൊണ്ട് 2 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ആ ഒരു കിട്ടുന്ന തുകയാണ് WGPA 1 എന്ന് പറയുന്നത്. ഇനി WGPA 2 എന്ന് പറയുമ്പോൾ ഈ ഒരു മാത്സും ഇംഗ്ലീഷും മറ്റ് സബ്ജക്റ്റുകൾക്ക് ലഭിച്ച ഗ്രേഡ് പോയിന്റിനെ 0.15 കൊണ്ട് ഗുണിക്കുന്നു. അതുപോലെ തന്നെ അതിനുശേഷം ആ ഒരു കിട്ടുന്ന തുകയെ ഈ ഒരു ഇംഗ്ലീഷും മാത്സും ഒഴികെയുള്ള മറ്റ് സബ്ജക്റ്റുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ WGPA 2 കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ WGPA 1, WGPA 2 എന്നിവയെ കൂട്ടുന്ന സമയത്താണ് ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ഈ ഒരു സ്ട്രീം 2ലേത് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ റാങ്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ റാങ്ക് കണ്ടുപിടിക്കുക വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ കണക്കാക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് ഈ ഒരു സ്ട്രീം 1ലെ ഇൻഡെക്സ് സ്കോർ കണക്കാക്കുന്നത് ഈ ഒരു രീതിയിൽ നേരത്തെ കണ്ടുപിടിച്ച ആ ഒരു ടോട്ടൽ ഗ്രേഡ് പോയിന്റ് സ്ട്രീം 1ലെ ടോട്ടൽ ഗ്രേഡ് പോയിന്റിൽ നിന്നും പീനൽ പോയിന്റ് പ്ലസ് ബോണസ് പോയിന്റ് എന്നിവ ആണ് ഇതിൻ്റെ ആ ഒരു ഇൻഡെക്സ് സ്കോർ കണ്ടുപിടിക്കാനുള്ള ആ ഒരു സൂത്രവാക്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡെക്സ് സ്കോർ സ്ട്രീം 2ൻ്റെ ഇൻഡെക്സ് സ്കോർ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ഗ്രേഡ് പോയിന്റ് സ്ട്രീം 2ൻ്റെ ടോട്ടൽ ഗ്രേഡ് പോയിന്റിൽ നിന്നും പീനൽ പോയിന്റ് കുറച്ചിട്ട് ബോണസ് പോയിന്റ് വല്ലതും ഉണ്ടെങ്കിൽ, അതായത് NCC, SPC, സ്കോട്ട് ആൻഡ് ഗൈഡ് ഇതുപോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മാർക്ക് കൂട്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ പീനൽ പോയിന്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഒരു പീനൽ പോയിന്റ് എന്ന് ഇതിൽ പറയുന്നത് ഇത്രമാത്രമാണ്. പീനൽ പോയിന്റ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് നിങ്ങൾ ഈ ഒരു SSLC പരീക്ഷ പാസ്സായിട്ടുള്ളത് സെക്കൻഡ് ചാൻസിലാണ്. അതായത് ഒരു തവണ തോറ്റിട്ട് വീണ്ടും പരീക്ഷ ജയിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു പീനൽ പോയിന്റ് എന്ന് പറയുമ്പോൾ 0.5 അതായത് 0.5 ഫോർ കാൻഡിഡേറ്റ് ഹൂ ഹാവ് പാസ്ഡ് ടു ക്വാളിഫയിങ് എക്സാമിനേഷൻ സെക്കൻഡ് ചാൻസിൽ പരീക്ഷ എഴുതി ജയിച്ച വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവിടെ പീനൽ പോയിന്റ് എന്നുള്ള രീതിയിൽ 0.5 മാർക്കാണ്. അതായത് 0.5 എന്ന് പറയുമ്പോൾ 1 മാർക്കിലും താഴെയാണ്. അപ്പോൾ ആ ഒരു മാർക്കാണ് പീനൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ബോണസ് പോയിന്റ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അതായത് നെയിംലി വയനാട് ഓർ ഹാവ് സ്റ്റഡി ഇൻ സ്കൂൾ ഫ്രം എബോവ് സ്റ്റാൻഡേർഡ് ഷാൽ അവാർഡഡ്, അതായത് വിദ്യാർത്ഥികൾക്ക് ഈ അതായത് അപ്പോൾ ഈ ഒരു ബോണസ് പോയിന്റ് എന്ന് പറയുമ്പോൾ അത് ഈ ഒരു അതായത് ബോണസ് പോയിന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വയനാട്ടിലുള്ള വിദ്യാർത്ഥികൾക്കാണ്. അപ്പോൾ ഈ ഒരു അതായത് നേറ്റീവ്സ് ഓഫ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് നെയിംലി വയനാട് ഓർ ഹാവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ തന്നെ ഈ ഒരു 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് 0.5 ആണ് ബോണസ് പോയിന്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ്. അതുപോലെ തന്നെ ഈ ഒരു ബെറ്റർമെൻറ്റ് അതുപോലെ തന്നെ സേ എക്സാമിനേഷൻ ഷാൽ നോട്ട് ബി കൺസിഡേർഡ് ആസ് എ ചാൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു രീതിയിൽ വിവിധ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ആ ഒരു WGPയും അതുപോലെ തന്നെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രീം 1, സ്ട്രീം 2 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. സ്ട്രീം 1 എന്ന് പറയുമ്പോൾ അത് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കോഴ്സുകളാണ്. അതുപോലെ തന്നെ സ്ട്രീം 2 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ള ആ ഒരു കോഴ്സാണ് സ്ട്രീം 2ൽ വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ 2 റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.